everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the third lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices under Kerala University. In previous lectures, we discussed about tax, income tax, recovery of tax and related provisions. In this lecture, we are continuing with the balance portion on recovery of tax, and the main contents of this lecture are assessee in default and penalty for tax in default. Okay, assessee in default and penalty for tax in default, which comes under section 221 of Income Tax Act 1961. Okay, if the amount of tax is not paid within the time allowed, the assessee shall be deemed to be in default. അതായത് അനുവദിച്ചിരിക്കുന്ന ടൈം പീരീഡിനുള്ളിൽ എമൗണ്ട് ഓഫ് ടാക്സ് അസസി പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹി ഷാൾ ബി ഡീംഡ് ടു ബി ഇൻ ഡിഫോൾട്ട്. And in case of such default, he shall be liable to pay by way of penalty an amount which the assessing officer may direct, and in the case of a continuing default, such further amount as the assessing officer may from time to time direct. ഇങ്ങനെ ഒരു ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ the assessee is liable to pay penalty പേ ചെയ്യേണ്ടതായിട്ട് വരും, and the amount of penalty will be directed by the assessing officer. And in case of a continuing default, ഈ ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ such further amount, ഈ പെനാൽറ്റിയുടെ ഫർദർ എമൗണ്ട് ആസ് ദ അസസിങ് ഓഫീസർ മേ ഫ്രം ടൈം ടു ടൈം ഡയറക്റ്റ്. അതായത് ടൈം കഴിഞ്ഞു പോകുന്തോറും ടൈം ടു ടൈം അസസിങ് ഓഫീസർ കണ്ടിന്യൂയിങ് ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് എത്രയാണ് പെനാൽറ്റി പേ ചെയ്യേണ്ടതെന്നുള്ളത് ഡയറക്റ്റ് ചെയ്യും. ഓക്കെ, the amount of penalty does not exceed the amount of tax in arrears. ഒരിക്കലും ടാക്സ് ഇൻ അരിയേഴ്സ്, അതായത് ടാക്സ് ഇൻ അരിയേഴ്സിനെ ഒരിക്കലും ഈ എമൗണ്ട് ഓഫ് പെനാൽറ്റി എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, and before levying any such penalty, the assessee shall be given a reasonable opportunity of being heard. പെനാൽറ്റി ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു പെനാൽറ്റി ചാർജ് ചെയ്യുന്നതിന് മുൻപ് ദ അസസി ഷാൾ ബി ഗിവൺ എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി, അതായത് ഒരു ഓപ്പർച്യൂണിറ്റി അസസിക്ക് കൊടുക്കും ഓഫ് ബീങ് ഹേർഡ്, അതായത് അസസിക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് കേൾക്കാനായിട്ട്, ഈ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താണ് അസസിക്ക് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാനായിട്ട് ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കും. And if the assessee proves to the satisfaction of the assessing officer that the default was for good and sufficient reasons, no penalty shall be levied. And assessee prove ചെയ്യുകയാണ്, അസസിങ് ഓഫീസറിൻ്റെ മുന്നിൽ അസസി പ്രൂവ് ചെയ്യുകയാണ് the default was for good and sufficient reasons, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടാണ് ഈ ഡിഫോൾട്ട് സംഭവിച്ചത്, അങ്ങനെ പ്രൂവ് ചെയ്താൽ നോ പെനാൽറ്റി ഷാൾ ബി ലെവീഡ്, അങ്ങനെയുള്ള കേസിൽ പെനാൽറ്റി ചാർജ് ചെയ്യില്ല. ഓക്കെ, ആൻഡ് ദ അസസി കനോട്ട് സീസ് ദ ലയബിലിറ്റി ടു പേ പെനാൽറ്റി because of the fact, merely of the fact that he has paid the tax before levying such penalty. അതായത് ഈ ഒരു പെനാൽറ്റിയുടെ എമൗണ്ട് നമ്മൾ പെനാൽറ്റി അസസിങ് ഓഫീസർ അസസിക്ക് ചാർജ് ചെയ്യുന്നത് തന്നെ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് വന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെനാൽറ്റി ചാർജ് ചെയ്യുന്നതിന് മുൻപ്, അതായത് നോൺ പേയ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ ഒരു പീരീഡ്, അതായത് അലോ ചെയ്ത ടൈം കഴിഞ്ഞു, അപ്പോഴാണ് ഡിഫോൾട്ട് വന്നത്. സോ അങ്ങനെ ആ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ, ആ പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ അപ്പോഴാണ് പെനാൽറ്റി അസസിങ് ഓഫീസർ ചാർജ് ചെയ്യുന്നത്. ആൻഡ് ഈ പെനാൽറ്റി ചാർജ് ചെയ്യുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും ടാക്സ് പേ ചെയ്തു, അതായത് ഈ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം പെനാൽറ്റി ചാർജ് ചെയ്യുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും ടാക്സ് പേ ചെയ്തു എന്നുള്ള ഫാക്റ്റിൻ്റെ പേരിൽ ഈ പെനാൽറ്റി പേ ചെയ്യുന്നതിൽ നിന്നും അസസിക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. ഓൾറെഡി ഡിഫോൾട്ട് ആവണം എന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, പേ ചെയ്യേണ്ടുന്ന ഡേറ്റ് കഴിഞ്ഞു, അതായത് ആ ഒരു
പീരീഡ് ഓഫ് പേയ്മെൻറ്റ് എക്സ്പയർ ആയി. സോ ഡിഫോൾട്ട് എന്ന് കൺഫേം ചെയ്ത് പെനാൽറ്റിയുടെ പ്രൊസീഡിങ്സിലേക്ക് പോവുകയാണ്. സോ അങ്ങനെയുള്ളൊരു കേസിൽ ഈ പെനാൽറ്റി ചാർജ് ചെയ്യുന്നതിന് മുൻപ് അസസി കൊണ്ടുവന്ന് ഈ ക്യാഷ്, അതായത് ഈ എമൗണ്ട് ഓഫ് ടാക്സ് പേ ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പെനാൽറ്റിയുടെ ലയബിലിറ്റി ഇല്ലാതാകുന്നില്ല. ഓക്കെ, അതായത് ഓൾറെഡി പേയ്മെൻറ്റ് പീരീഡ് കഴിഞ്ഞു, അപ്പോൾ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞു, അതിനാണ് പെനാൽറ്റി ചാർജ് ചെയ്യുന്നത്. ഈ പീരീഡ് കഴിഞ്ഞതിന് ശേഷം എമൗണ്ട് പെനാൽറ്റി ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ടാക്സ് കൊണ്ടുവന്ന് അടച്ചു എന്നതിൻ്റെ പേരിൽ ആൻ അസസി ഷാൾ നോട്ട് സീസ് ദ ലയബിലിറ്റി ടു പേ പെനാൽറ്റി. ഓക്കെ, and if in a case where payment by installments is allowed, the assessee commits default in paying any one of the installments within the time fixed, the assessee shall be deemed to be in default regarding the whole amount then outstanding, and the remaining installments shall immediately become due on the date on which the default is committed. That is, if in case the payment is in installments, അതായത് ടാക്സിൻ്റെ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് പേ ചെയ്യാമെന്ന് അങ്ങനെ അനുവദിച്ച് കഴിഞ്ഞാൽ, ആൻഡ് ദർ ഇസ് എ ഡിഫോൾട്ട് ബൈ ദ അസസി ഇൻ പേയിങ് എനി വൺ ഓഫ് ദി ഇൻസ്റ്റാൾമെൻറ്റ്സ്, ആൻഡ് ഇതിലേതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അസസി പേ ചെയ്യുന്നില്ല, അസസി ഡിഫോൾട്ട് വരുത്തുന്നു, then he is deemed to be in default. Okay, and the default will be regarding the whole amount then outstanding. Okay, അതായത് ആ ഒരു ഏത് ഇൻസ്റ്റാൾമെൻ്റ് ആണോ ഡിഫോൾട്ട് വരുത്തിയത്, അപ്പോൾ എത്ര എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട്, അതായത് ഇനി പേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടോ ആ കംപ്ലീറ്റ് എമൗണ്ടിനും ഡിഫോൾട്ടായിട്ട് ഈ ഒരു അസസിയെ കണക്കാക്കും. ആൻഡ് ദ റിമൈനിങ് ഇൻസ്റ്റാൾമെൻറ്റ് ഷാൾ ഇമ്മീഡിയറ്റ്ലി ബിക്കം ഡ്യൂ ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഡിഫോൾട്ട് ഈസ് കമ്മിറ്റഡ്. ഏത് ഡേറ്റിലാണോ ഈ ഡിഫോൾട്ട് കമ്മിറ്റ് ചെയ്തത് അന്ന് തന്നെ ആ റിമൈനിങ്, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന കംപ്ലീറ്റ് എമൗണ്ടിനും അസസി അന്ന് തന്നെ ആ കംപ്ലീറ്റ് എമൗണ്ട് ഡ്യൂ ആവും. ഇൻ ഷോർട്ട്, ദ അസസി വിൽ ഹാവ് ടു പേ ദ ടോട്ടൽ എമൗണ്ട് ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ വൺ ലംസം. ഓക്കെ, ഒറ്റ പേയ്മെൻ്റ് ആയിട്ട്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്തുകൊണ്ടിരുന്നത് ഒറ്റ പേയ്മെൻ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അതോറിറ്റീസ് അസസിക്ക് ഇൻസ്റ്റാൾമെൻറ്റ്സിൽ എമൗണ്ട് ഓഫ് ടാക്സ് പേ ചെയ്യാനായിട്ട് അനുവദിക്കുകയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ 5 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് പേ ചെയ്യാനായിട്ട് അനുവദിക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തു, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തു, തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഡിഫോൾട്ട് വരുത്തി. ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പേ ചെയ്യേണ്ടുന്ന എമൗണ്ടും, ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്യേണ്ടുന്ന എമൗണ്ടും, ഫിഫ്ത്ത് ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്യുന്ന എമൗണ്ടും ദ അസസി ഹാഡ് ടു പേ ഇൻ വൺ ലംസമായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നിൽക്കുന്ന കംപ്ലീറ്റ് എമൗണ്ടും ആ ഡിഫോൾട്ട് വരുത്തിയ ഡേറ്റിൽ ഡ്യൂ ആവും. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് about assessing in default and penalty for tax in default. Okay, thank you.